ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൊന്നാണ് മൗനരാഗം. ഇതിൽ ബൈജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കാർത്തിക്കിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. കാർത്തിക്കിന് കഴിഞ്ഞ ആഴ്ചയാണ് ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് തിരികെ നാട്ടിലേക്ക് പോകുന്ന വഴി KSRTC ബസ്സിടിച്ച് അപകടമുണ്ടായത്. ഇതിനെ തുടർന്ന് താരം ഇനി മൗനരാഗത്തിൽ ഉണ്ടാകില്ല എന്ന ചില വാർത്തകളും പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട് കോഴിക്കോടാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് പോകവെയാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ സമീപത്ത് വെച്ച് KSRTC ബസ് അദ്ദേഹത്തെ ഇടിക്കുകയും തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും അദ്ദേഹത്തിന് 2 ശസ്ത്രക്രിയകളൊക്കെ നടത്തുകയും അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ നാടായ കോഴിക്കോട് ആശുപത്രിയിൽ ബാക്കി ചികിത്സകളൊക്കെ നടത്തുകയും അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞ വിവരം. മൗനരാഗത്തിലെ ബൈജു എന്ന ഹാസ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച് പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് കാർത്തിക്. അതുകൊണ്ട് തന്നെ മൗനരാഗം ബൈജു എന്ന് പറഞ്ഞാൽ എല്ലാ പ്രേക്ഷകർക്കും അദ്ദേഹത്തെ അറിയാൻ സാധിക്കും. മൗനരാഗത്തിൽ നിന്നും മാറി നിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന് ഒരുപാട് വിഷമമുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സുഖം പ്രാപിച്ചാൽ ഉടൻ തന്നെ തിരികെ വരുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇനി എത്ര നാൾ അത് എടുക്കുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അതുവരെ ബൈജു എന്ന കഥാപാത്രത്തിന് പകരം വേറെ ആരെങ്കിലും കാണിക്കുമെന്ന സംശയത്തിലാണ് ആരാധകർ. ബൈജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കാർത്തിക് പ്രസാദ് അല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല എന്നാണ് പല ആരാധകരും കമൻറ്റായി പല സോഷ്യൽ മീഡിയയിലെ വീഡിയോയ്ക്ക് താഴെയും കമൻറ്റായി പറയുന്നത്. എന്നാൽ ഇതുവരെ ബൈജു എന്ന കഥാപാത്രത്തിന് പകരം വേറെ ഒരു ആളിനെയും കാണിച്ചിട്ടില്ല. താരത്തിന് പറ്റിയ പരിക്കുകളെല്ലാം പൂർണ്ണമായി സുഖം പ്രാപിച്ച ശേഷം താരം തന്നെ തിരികെ വരുന്നതായിരിക്കുമെന്നാണ് കാർത്തിക് പ്രേക്ഷകരോട് തനിക്ക് പറയാനുള്ളതെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതുതന്നെയാണ് പ്രേക്ഷകരുടെ ആവശ്യവും. ബൈജു തന്നെ ആ ഒരു കഥാപാത്രത്തെ ചെയ്യുന്നതാണ് പ്രേക്ഷകർക്കിഷ്ടം. അദ്ദേഹം എത്രയും വേഗം ഈ സീരിയലിലേക്ക് മടങ്ങി വരട്ടെ എന്നും അദ്ദേഹത്തിന് വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കാണുന്ന ആർക്കൊക്കെ കാർത്തിക് എന്ന ബൈജുവിനെ ഇഷ്ടമാണ്, നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക.